ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് മുട്ടയും റവയും വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 2 സവാള എന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഈ സവാള എല്ലാം ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇനി നീളത്തിൽ തന്നെ വേണം സവാള അരിഞ്ഞെടുക്കേണ്ടത്. നമുക്കിതിങ്ങനെ ഒന്ന് ഞെരടി കൊടുത്തതെല്ലാം ഒന്ന് ഇതളാക്കി എടുക്കാം. സവാള എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.25 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ സ്നാക്സിന് ടേസ്റ്റ് കൂട്ടുന്നത്. റവയില്ലെങ്കിൽ ഗോതമ്പൊടി എടുത്താലും മതിയാകും. പക്ഷേ റവയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരു 1/2 ടീസ്പൂൺ വീതം ചേർത്താൽ മതിയാകും. കുറച്ച് കായപ്പൊടി അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം മുഴുവനും ഇല്ലെങ്കിൽ പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കൈവച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയുടെ നനവിൽ ഇതൊക്കെ നനഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് നോക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. മുട്ടയുടെ ആ നനവിൽ ഈ പരുവത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. റവ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ കുതിർന്ന് കയറിക്കോളും. പക്ഷേ ഒരുപാട് അങ്ങ് ലൂസാക്കാതെ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ എടുത്തിടുന്ന പരുവത്തിന് വേണമെന്ന് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. സ്നാക്സ് ഇവിടെ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള സ്നാക്സ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടാണ് സ്നാക്സ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.